10,000 രൂപയിൽ താഴെ വിലയുള്ള സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും ഡ്യൂറബിലിറ്റിയും വിശ്വാസ്യതയുമുള്ള ബ്രാൻഡ് ഏതാണെന്ന് അറിയാമോ? അത് ഐറ്റൽ ആണ് എന്നത് ഈ കാണുന്ന CMR പഠനം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും വിശ്വാസ്യതയുടെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയത് ഇന്ത്യയിൽ ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡിനാണ്. അത്തരത്തിൽ ഐറ്റൽ പുറത്തിറക്കുന്ന മറ്റൊരു ഡ്യൂറബിൾ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ കാണുന്നത് ഐറ്റൽ A100 Pro എന്ന സ്മാർട്ട് ഫോൺ. നമ്മൾ നേരത്തെ ഐറ്റലിന്റെ A100 എന്ന് പറയുന്ന ഫോൺ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഐറ്റലിന്റെ ഏറ്റവും പുതിയ ഫോൺ ഐറ്റൽ A100 Pro വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ സ്മാർട്ട് ഫോണുകളെല്ലാം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20,000 രൂപയിൽ മുകളിൽ മാത്രമേ നമുക്ക് സാധാരണ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. 10,000 രൂപയിൽ താഴെയൊക്കെ അങ്ങനെ ഫോണുകൾ ഇപ്പോൾ കണ്ടു കിട്ടാൻ പോലുമില്ല. അവിടെയാണ് ഐറ്റൽ വ്യത്യസ്തമാകുന്നത്. ഐറ്റൽ A100 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമുക്ക് 9,000 രൂപയിൽ താഴെ വാങ്ങാൻ സാധിക്കും. അതും മികച്ച ഡ്യൂറബിലിറ്റിയിൽ എന്ന് വേണം പറയാൻ. അതായത് മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു ഫോണിനുണ്ട് എന്നതേ ഇവിടെ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ഐറ്റലിന്റെ A100 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നോക്കി, ഇതിനകത്ത് ഫ്രീ നെക്ക് ബാൻഡ് വർത്ത് 1499 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് 1499 രൂപ വിലയുള്ള നെക്ക് ബാൻഡ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ, അതും ഇതിൻ്റെ 4GB RAM വേരിയന്റ് ഫോൺ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതിനകത്ത് ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഫോണിന് സ്ക്രീൻ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് കിട്ടും. അത്തരത്തിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ സ്ക്രീൻ റീപ്ലേസ്മെന്റ് ഒക്കെ ഫ്രീ ആയിട്ട് തരുന്നത് ഐറ്റൽ മാത്രമായിരിക്കും. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് മെമ്മറി അൾട്രാ ലിങ്ക് ഫ്രീ കോളിംഗ് ഫീച്ചർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് സിം കാർഡ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഫോണിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ മിലിറ്ററി സ്റ്റാൻഡേർഡ് 810H സർട്ടിഫിക്കേഷൻ ഉണ്ട്, 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ഫോൺ അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഇതാണ് 4GB RAM വേരിയന്റിനോടൊപ്പം ഫ്രീ കിട്ടുന്ന ഇയർബഡ്. ഐറ്റലിന്റെ തന്നെ ROR 35+ എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ പ്രൈസ് ആണ് 1499 രൂപ വില വരുന്നതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ആദ്യം ഫോൺ പുറത്തേക്ക് എടുക്കാം. ഒരു ചെറിയ ബോക്സ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 10 years 11 crores കസ്റ്റമേഴ്സ്, 10 വർഷത്തിനുള്ളിൽ 11 കോടി ഉപഭോക്താക്കളെ കിട്ടി എന്ന ഇതിൽ എഴുതിയ ഒരു ബോക്സ് കൂടി കൊടുത്തിരിക്കുന്നു. എ ലെഗസി ഓഫ് ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി എന്നൊക്കെ എഴുതിയ ഒരു ലെറ്ററാണ് ഇതിനകത്തുള്ളത്. ഇതാണ് ഫോണിന്റെ യഥാർത്ഥ ബോക്സ്. അത് പുറത്തേക്ക് എടുക്കാം. ഇതായിരിക്കും നമ്മുടെ ഫോൺ. മാറ്റി വെക്കാം. വേറെ ബോക്സിനകത്തുള്ളത് ഓക്കെ. ഇതിന്റെ കേസ് തന്നെ കണ്ടില്ലേ? ഇത്രയും അടിപൊളി കേസ്, നല്ല ക്വാളിറ്റി ഉള്ള കേസ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കേസ് കൊടുക്കുന്നത് ഐറ്റൽ അല്ലാതെ മറ്റൊരു ബ്രാൻഡ് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുപോലെ വേറെ ഇതിനകത്ത് ബോക്സിനകത്തുള്ളത് കുറച്ച് പേപ്പർ വർക്സുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഐറ്റൽ വാറണ്ടി കാർഡ്, അതുപോലെ യൂസർ മാനുവൽ, ചാർജിങ്ങിന് വേണ്ടിയിട്ട് A to C ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ചാർജർ ഇവിടെ ഇതുപോലെ കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് ഫോൺ കാണാം. ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ഈ സ്റ്റിക്കറിനകത്ത് തന്നെ ഇതിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 90 Hz സ്മൂത്ത് റിഫ്രഷ് റേറ്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞ അൾട്രാ ലിങ്ക് ഫ്രീ അൺലിമിറ്റഡ് കോളിംഗ് ഉണ്ട്. സിം ഇട്ടിലേലും ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോൾ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. DTS സൗണ്ട് എഫക്റ്റ് ഉണ്ട്. 64GB വലിയ മെമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ഐറ്റൽ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഒഴിവാക്കാം. ഇനി ഫോൺ കാണണ്ടേ? ഇതാണ് ഐറ്റലിൻ്റെ ഐറ്റൽ A100 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിൻ്റെ കളറും ഏകദേശം ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ഫോണുമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ട്? ആ കളറൊക്കെ കണ്ടിട്ട് സാമ്യം തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്കിനി ഈ ഒരു ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഐറ്റലിൻ്റെ ലോഗോയും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും കാണിക്കുന്നു. കാണാൻ എന്തായാലും ഒറ്റനോട്ടത്തിൽ നല്ല ലുക്കുള്ളൊരു ഫോൺ തന്നെയാണ് ഐറ്റൽ A100 Pro എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ പറയുന്ന iPhone 17 Proയിലൊക്കെ നമ്മൾ കണ്ട തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കളറുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. കോമറ്റ് ഓറഞ്ച് എന്നാണ് ഈ ഒരു കളർ വേരിയന്റ്. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല രസമുണ്ട്. ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐറ്റൽ എന്ന് പറയുന്ന അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വല സൈഡിലായിട്ടാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. അതിന് ഒരു കാര്യം ഫോൺ നല്ല സ്ലിം ആണ് കേട്ടോ, വലിയ തിക്നെസ് ഒന്നും ഇല്ല. അതുപോലെ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്ക്, അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. മുകളിലൊന്നുമില്ല. സിം ട്രേ വന്നിട്ട് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ്. അതായത് ഒരേ സമയം 2 സിം കാർഡ്, ഒരു മെമ്മറി കാർഡ് ഒരുമിച്ച് തന്നെ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാനാകും. ഡിസൈൻ വൈസ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ നല്ല സുഖമുള്ള ഒരു ഫോൺ തന്നെയാണ് ഐറ്റൽ A100 Pro. ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 6.6 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അതും HD+ റെസൊല്യൂഷൻ, 90 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. സെൽഫി ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 400 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ്. നോക്കി, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കുഴപ്പമൊന്നുമില്ല. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കും വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു ഫോൺ വരുത്തില്ല. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിന്റെ T7100 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3GB RAM ആണ്. പക്ഷേ ഇന്റർണൽ സ്റ്റോറേജിൽ നിന്ന് 5GB എടുത്തുകൊണ്ട് എക്സ്റ്റൻഡഡ് RAM ആയിട്ട് മൊത്തത്തിൽ 8GB റാമിന്റെ ഒരു എഫക്ട് ഈ ഒരു ഫോൺ ചെയ്യും. അതുപോലെ 64GB ആണ് ഇതിന്റെ ഒരു ഇന്റർണൽ സ്റ്റോറേജ്. അപ്പോൾ RAM ടൈപ്പ് വന്നിട്ട് LPDDR4X 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഫോൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് ചാർജ് ചെയ്യാനായിട്ട് 10 വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിനോടൊപ്പം
കൊടുത്തിട്ടുമുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 5 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയുമാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ ക്യാമറ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈം ലാപ്സ്, വീഡിയോ, അതുപോലെ ഫോട്ടോകൾ എടുക്കാനുള്ള ക്യാപ്ചർ മോഡ്, പോർട്രേറ്റ് മോഡ്, ബ്യൂട്ടി മോഡ്, അതുപോലെ പനോരമ മോഡ്, അതുപോലെ മോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ മോഡും ഒരു മറ്റധികം ഫോണുകൾ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഓഡിയോ പിക്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഫോട്ടോകൾ സൗണ്ട് കേൾക്കാറില്ല, അല്ലെ വീഡിയോയിലല്ലേ സൗണ്ട് കേൾക്കാറുള്ളൂ. എന്നാൽ ഇതിലെ ഓഡിയോ പിക്ചർ എന്ന് പറയുന്ന സംവിധാനം വഴി നമ്മൾ ഫോട്ടോകൾ എടുത്താൽ ആ ഫോട്ടോയിൽ സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കുറിപ്പ് നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ അത് നമ്മൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണം. അതിനകത്ത് അതെന്താണ് നമ്മളുടെ ഒരു വോയിസ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഇതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഓഡിയോ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുത്താൽ മതി. ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ ആ ഒരു ഓഡിയോ ഇപ്പോൾ ഇതുപോലെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് ആ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത്തരത്തിൽ ആ ഫോട്ടോയിൽ നമുക്ക് ഓഡിയോ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിം കാർഡ് ഈ ഒരു ഫോണിനകത്ത് ഇല്ലെങ്കിലും നമുക്ക് അടുത്തുള്ള മറ്റൊരു ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാൻ, അതും അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാനുള്ള അൾട്രാ ലിങ്ക് കോളിംഗ് സംവിധാനവും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് പലപ്പോഴും ഫോണുകൾ തെന്നി താഴെയൊക്കെ വീഴാനുള്ളൊരു സാധ്യത ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ മികച്ച ഡ്യൂറബിലിറ്റി എന്തായാലും ഈ ഒരു മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഐറ്റൽ എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ അയച്ചിരുന്ന ഇതിന്റെ പല ഡ്യൂറബിലിറ്റി ടെസ്റ്റിന്റെ വീഡിയോകളാണ് ഇത് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ ഇത് പല കണ്ടീഷനുകൾ, അതായത് ഹൈ ടെമ്പറേച്ചർ, അതുപോലെ താഴേക്ക് വീണാലോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കഴിവുള്ള ഒരു മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ഡ്യൂറബിലിറ്റി എന്തായാലും ഈ ഒരു ഫോണിന് അവകാശപ്പെട്ടത് തന്നെയാണ്. ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 15 ഗോ എഡിഷൻ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ ഒക്കെ ലൈറ്റ് വെർഷൻ ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. വലിയ ബ്ലോട്ട് വൈസുകളൊന്നും അങ്ങനെ അധികമൊന്നും എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഫിംഗർ പ്രിന്റ് സംവിധാനം ഫോണിന്റെ പവർ ബട്ടണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളെ റിമോട്ട് ഇല്ലാതെ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കും. കോമറ്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഈ ഒരു കളറിലും അതുപോലെ മിൽക്കി വൈറ്റ്, ബ്ലാക്ക് എന്നീ മറ്റ് 2 നിറങ്ങളിലുമാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ 4GB + 8GB എക്സ്റ്റൻഡഡ് റാം വരുന്ന ഒരു വേരിയന്റ്, 4+8GB വേരിയന്റ് ഉണ്ട്. അതുപോലെ തന്നെ 3GB റാം + 5GB എക്സ്റ്റൻഡഡ് വരുന്ന മറ്റൊരു വേരിയന്റ് ഉണ്ട്, 3+5GB വേരിയന്റ്. അങ്ങനെ 2 വേരിയന്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. ഈ ഒരു മോഡലിന്റെ 3+5GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 9199 രൂപയാണ്. അതുപോലെ നെക്ക് ബാൻഡ് ഫ്രീ കിട്ടുന്ന 4+8GB റാം വേരിയന്റിന് 10999 രൂപയുമാണ്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.